ഹലോ, നീ എവിടെ? പോയാ? എല്ലാരും പോയാ? മക്കളെല്ലാം പോയി. പോയി. നീ ഒറ്റയ്ക്കുള്ളൂ വീട്ടില്? ഒറ്റയ്ക്കുള്ളൂ. എന്തേ? ഇന്ന് എന്റെ വീട്ടിൽ ആരുമില്ല. അവര് അത്യാവശ്യം ഓരോ സ്ഥലത്ത് പോയിന്. അപ്പൊ ഞാനും ഇന്ന് ലീവാക്കാനുള്ളൊരു പരിപാടിയാണ്. അതിന് ഞാൻ നീ വരുവാ? ഇന്ന് എനിക്ക് വരാൻ പറ്റുമോ? എന്റെ പേരോ നിന്റെ വീട്ടിലാ? വീട്ടിലാരുമില്ല. നമ്മള് ഇത് മറ്റുള്ള ഹോട്ടലിൽ പോകുന്നതിനെക്കാണിയും എന്തുകൊണ്ട് സേഫ് നിന്റെ വീട് പോലെ തന്നെ എനിക്കറിയാലോ. അപ്പൊ ആരും കാണുമല്ലോ. നിന്റെ വീടിന്റെ അടുത്തുള്ള പോലെ ഒരുപാട് അടുത്തടുത്ത് വീടൊന്നുമില്ല. അതല്ല, പെട്ടെന്നല്ലേ അവസരം കിട്ടി. ഇന്നലെ രാത്രിയാണ് ഇവരിങ്ങനെ പോന്ന് എന്ന് പറഞ്ഞത്. അങ്ങനെയല്ല, പെട്ടെന്ന് വിളിച്ചാണ്ട് പണിയൊന്നും ഇരിക്കുന്നില്ല. പണിയല്ല, നീ എങ്ങനെയെങ്കിലും ഒരുക്കി വെക്ക്. വേഗം ഒരുക്കി വെക്ക്. ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ പണി ചെയ്യാനെല്ലാം കഴിയൂലേ? എന്നാന്ന് ഭക്ഷണം നീ പറയാം രാവിലെ ഉണ്ടാക്കലുണ്ട്. ഭക്ഷണം അങ്ങനെയല്ല, എല്ലാം ആക്കിയില്ല. മക്കൾക്ക് കൊടുക്കേണ്ടത് മാത്രമല്ല ആക്കി വെച്ചിട്ടുള്ളൂ. ഇപ്പം വൈകുന്നേരം അവര് വരുമ്പോ ഭക്ഷണം ഉണ്ടാകണ്ടേ? നീ വേഗം ഉണ്ടാക്കി വെക്ക്. ഈ ഒരു അവസരം ഇനി ഇപ്പൊ അടുത്ത കാലത്തൊന്നും കിട്ടൂല കേട്ടാ. പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വരുമ്പാന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ഒരു 7 മണി സമയത്താണ് ഇവര് പ്ലാൻ ഇട്ടത്. ഇവരടി പോകണ്ടേ, എല്ലാരും പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പതുക്കെ മുങ്ങിയതാ, എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് ഞാൻ വിളിക്കുമ്പോ നീ അറിയില്ലേ ഞാൻ തിരക്കിലാന്ന്? അല്ല, അങ്ങനെയല്ല. ഈ ഒരു അവസരം കിട്ടുകൊണ്ട് വിളിച്ചു. ഇന്നലെ രാത്രി എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റില്ല. നിന്റെ വീട്ടിലെല്ലാവരും ആളുണ്ടാവൂലേ? എന്നാ എനിക്കൊരു മെസ്സേജ് ഇട്ടൂടെ? മെസ്സേജ് ഇട്ടിട്ട് എല്ലാം കൂടി കൊളാണോ? അത് ആരെങ്കിലും പിള്ളേരാറ്റ കൈമലാണ് നിന്റെ ഫോണെങ്കിലോ? ഇല്ല, എന്റെ ഹസ്ബൻഡ് ആരും കൊടുത്തില്ലെങ്കിൽ മെസ്സേജ് അങ്ങനെ നീ ഇങ്ങോട്ട് വരെ ഇടുമ്പോഴൊന്നും അങ്ങനെ എനിക്ക് അങ്ങോട്ട് ഇടാൻ പറ്റില്ല. അഥവാ ഒന്നും പെട്ടാലോന്ന് വെച്ചിട്ടാ. നീ പെട്ടെന്ന് പറയുമ്പോ എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ സംസാരിക്കുന്ന ചെയ്യണ്ടല്ല, അങ്ങ് പെട്ടെന്ന് ചെയ്യ. ഞാൻ പറഞ്ഞില്ലേ 1 മണിക്കൂർ. അവര് വൈകുന്നേരം വരുള്ളൂ. എനിക്ക് നീ ഇവിടെ വന്നിട്ട് നിന്നെ എനിക്ക് തിരിച്ചു കൊണ്ടാക്കേണ്ട സമയമാകും. പിന്നെ നമ്മുടെ സമയം, ആ സമയം കിട്ടിയാൽ മതി. അതെ, മക്കൾ വരുമ്പോഴൊക്കെയല്ല, നിന്നെ ഒരു ചെറിയ 2-2:30 ആകുമ്പോൾ അവിടെ കൊണ്ടായി. ഇവിടുന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെ ഞാൻ അവിടെ വാങ്ങിച്ചോളൂ. പിന്നെ ആക്കട്ടെ. എന്നിട്ട് പിന്നെ വരുമ്പോ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് കിട്ടോ? സാധാരണ നീ വീട്ടിലുള്ളിലല്ലേ ഇടല്ലേ? അതെ, നീ ഇപ്പം പറയുന്നില്ലേ? പിന്നെ അടിയിലൊക്കെ കൊടുക്കുന്ന കുറച്ച് അടിപൊളിയായിരിക്കണ്ട കാണുമ്പോ. നിന്റെ വീട്ടിൽ നിന്നുള്ള പോലെയല്ല ഇവിടെ. പ്രത്യേകാന്ന് നീ വന്നാലറിയാം. നീ എന്റെ വീട്ടിൽ നിന്ന് അടക്കി പിടിച്ച പോലെയല്ല ഇവിടെ എത്തിയുണ്ടാവുക. ഫുൾ സ്വാതന്ത്ര്യമായിരിക്കും കേട്ടോ. എന്ന് വെച്ചാല് ഒന്നും പേടിക്കൊന്നും വേണ്ട. അടുത്ത വീട്ടിലൊന്നും ആരും ആൾക്കാരൊന്നുമില്ല. നമുക്ക് എല്ലാരും ജോലിക്ക് പോകുന്നില്ല. അടുത്തൊന്നും വീടില്ല. കുറച്ച് നിന്റെ പോലെ അടുപ്പ് പറ്റിച്ചിട്ടൊന്നും മറ്റേ വരുമ്പോ മേലാത്ത പെണ്ണുങ്ങൾ കണ്ട് താഴ്ന്ന് കണ്ടു എന്നും പറയാം. അങ്ങനത്തെ പ്രശ്നമൊന്നും. അതെ, അതുകൊണ്ടാണ് പേടി. എന്റെ വീട്ടിലുള്ള പോലെ അടക്കി പിടിച്ച് പേടിച്ചിരിക്കണ്ട. ധൈര്യമായിട്ട് നമുക്ക് അർമാദിച്ചുകൊണ്ട് അങ്ങ് അർമാദിക്കാന്ന് പറഞ്ഞത്.
ഉം. അല്ല അവര് പെട്ടെന്ന് വരുന്നില്ലല്ലോ. അവരിന്ന് രാത്രി 10 മണിയൊക്കെ ആവത്തെ. ഞാൻ ധൈര്യത്തിലല്ലേ വിളിക്കുന്നല്ലേ, പിന്നെ ഞാൻ പെട്ടുപോയില്ലേ. അവര് എവിടെ പോയതാണ്? എവിടെ പോയതാണ്? അവരൊരു ക്ഷേത്രത്തിൽ പോയതാ, കുറച്ച് ദൂരെയാ. അതുകൊണ്ടല്ലേ പറയുന്നു. എന്നെ കൊണ്ടുപോകാൻ നോക്കിയാണ്, ഞാൻ പതുക്കെ അങ്ങ് സ്കൂട്ടായതാ. അപ്പൊ ഇന്ന് എന്താ പറയാ, ഇന്ന് പൊരിക്കലാന്ന് കേട്ടാ. കഴിക്കാൻ പറ്റില്ല. ഇനി എല്ലാ ദിവസവും അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞേക്കും. അത് പറഞ്ഞാൽ നടക്കൂല. കാരണം ഇത് നമ്മളെ അത്രയും സ്വതന്ത്രമായി കിട്ടുന്നൊരു സ്ഥലത്ത് മാത്രമേ അങ്ങനെയൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ആദ്യമേ പറയാം, അങ്ങനെ ഒരു നിബന്ധനയൊന്നുമില്ല, ഫുള്ള് ഫ്രീ ആയിരിക്കണേ. അതെ, കേൾക്കണം. അതെ, ഇപ്പൊ അങ്ങനെ തന്നെയാണ്. പക്ഷെ ചില സമയങ്ങളിൽ അങ്ങനെ ആകാലില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത്. പിന്നെ ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പിന്നെ എന്തെന്ന് ചെയ്യാനാ? പണ്ടത്തെ പോലെയാണ് കുഴപ്പമില്ല. നീ കെട്ടൊക്കെ കഴിഞ്ഞ് പോയതിനു ശേഷമാണ് ഒരുപാട് നിയമങ്ങളും ഇതൊക്കെ വരാൻ തുടങ്ങിയത്. പണ്ടത്തെ സ്വാതന്ത്ര്യം കിട്ടൂലല്ലോ. അല്ല, നീ ഇപ്പം നിന്റെ കെട്ടിയവനോട് പറഞ്ഞാ ഇങ്ങനെ പഠിക്കുമ്പോ ഇവിടെ ഒരു കൂട്ടുകാരനുണ്ട്? പിന്നെ നീ കല്യാണം കഴിക്കുമ്പോ പറയാ? ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യത്തെ പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ലല്ലോ. നീ കല്യാണം കഴിച്ചുകൊണ്ട് ആ ഏരിയ തന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്ന പണിയായിട്ട് തന്നെ വന്നത് നിന്നെ ഇടക്കിടക്ക് കാണാൻ വേണ്ടിട്ട്. കല്യാണം കഴിക്കാൻ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇത് പറ. പണ്ടേക്കാ സ്വഭാവം വിടൂലേ? ശരി. ഞാനേ പിന്നെ ഇപ്പൊ എങ്ങനെ വരുമോ? സ്കൂട്ടി എടുത്തിട്ട് വരുന്നാല്. അല്ലല്ല, നീ സ്കൂട്ടിനടുത്ത് വരണം. നിന്റെ സ്കൂട്ടിയിൽ ചിലപ്പോ അങ്ങനെ വരണ്ട. അങ്ങനല്ല, എവിടെയെങ്കിലും കാലക്കെട്ടിന് പോകുമ്പോ ആരെങ്കിലും പരിചയത്തോട്ട് കണ്ടാ തീർന്നു. നീ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ വീടിന്റെ മേലെ ഒരു പോക്കറ്റ് റോഡ്, കട്ട് റോഡില്ലേ, അവിടെ ഒരു ജംഗ്ഷൻ ഇല്ലേ, നീ അവിടെ വന്നു. അത് അവിടെ അധികം ആളൊന്നുമില്ലാതെ സ്ഥലല്ലേ. ഞാന് ഇല്ല ഞാന് ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് സാധാരണ വരുന്ന വേഷം അല്ലാണ്ട്, വർക്ക് ചെയ്യുന്ന വേഷം അല്ലാണ്ട് സാധാരണ ഒരു ഇതിൽ വന്ന് നിൽക്കാം. നീ കുറച്ച് ഇല്ല, പെട്ടെന്ന് സ്കൂട്ടായ നീ അങ്ങനെ മനസ്സിലാകാത്ത രീതിയിലൊക്കെ ഈ സമയത്ത് ഒരു 10-11 മണി, ഒരു 10:30 ആകുമ്പോൾ റെഡി ആവില്ല. നീ ആ സമയത്ത് ആരെയും ആ ഭാഗത്തും ഉണ്ടാവില്ലല്ലോ. പണിക്കെല്ലാം മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല. ഒരു അട്ടപ്പാടി സ്ഥലല്ലേ. ഞാന് വേഗം ഒരു അരമണിക്കൂർ കൊണ്ട് ഇതെല്ലാം ഒതുക്കിട്ടു. എല്ലാം ഒതുക്കി പിന്നെ നന്നായിട്ട് കുളിച്ചിട്ടൊക്കെ വന്നാൽ മതി. അതിനും കൂടി ഒരു അരമണിക്കൂർ എടുത്തോ. എനിക്കൊരു പേടിയുണ്ട്, ഹസ്ബൻഡ് വരുമോ? അതെങ്ങനെ വരുവാ? പുള്ളി ഓഫീസിൽ പോയല്ലേ. അങ്ങനെ വരുത്തണ്ട, നീ വെറുതെ എന്നെ പഠിപ്പിക്കല്ലേ. ഇതുപോലത്തെ ടെൻഷനും കൊണ്ട് നീ വന്നിട്ട് കൊളാവരുതേ. അഥവാ വന്നിട്ടുണ്ടെങ്കിലോ? നീ വെറുതെ പേടിപ്പിക്കല്ല. പേടിപ്പിക്കുന്നില്ല, കണക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ എനിക്കില്ലാന്ന് ചോദിച്ചിട്ട്? അല്ല, നീയല്ലേ അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. സംഭവിച്ചു കൂടാന്ന്. എന്നാ നീ അതിനും കൂടി ഒന്നും കൂടി പറയാൻ പറ്റില്ല. ഞാൻ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നിട്ട് അങ്ങനെ വിളിക്കലുണ്ടാ? അങ്ങനെ വിളിക്കലുണ്ട് ഞാൻ ഇടയ്ക്ക്. എന്നാ ഒന്ന് കൊഞ്ചി കുഴഞ്ഞിട്ട് എവിടെയാന്നല്ല ചോദിച്ചോ, വിളിച്ചിട്ട് വരാൻ ചാൻസ് ഉണ്ടോ നോക്കാം. ഞാൻ എല്ലാം കൂടി ഞാൻ വിളിച്ചു നോക്കിട്ട് കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം കേട്ടോ. അവിടെ നിന്ന് കിട്ടാതെ സാധനമൊക്കെ കിട്ടണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എല്ലാം എടുക്കണം.
നീ വിളിച്ചിട്ട് എന്നെ ഞാൻ വിളിക്കാം എന്നെ, അപ്പൊ നീ അവിടെ ജംഗ്ഷനിൽ വന്നാൽ മതി. വിളിച്ചിട്ട് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ച് വിളിച്ചിട്ട് ഇനി മുടങ്ങോ? മുടങ്ങൂലെന്നാ വിചാരിക്കുന്നു. പിന്നെ ഉച്ചക്ക് വരൂല, ഞാൻ വരൂല എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനല്ലേ? ഉച്ചക്ക് എപ്പോ അങ്ങനെ വരുത്തുണ്ടോ? ഇതുവരെ വന്നില്ലല്ലോ, നീ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയല്ല, ചിലപ്പോ ഒരു ഇതുണ്ട്. ഇതുവരെ അങ്ങനെ ഇല്ലല്ലോ. നീ ഒഴിഞ്ഞ പറഞ്ഞ? അയ്യോ അയ്യോ, അതെ ഒഴിഞ്ഞെങ്ങനെ മറുവാ, അതിന്റെ ആവശ്യം കൂടിയില്ലേ. ഒരു ധൈര്യത്തിനാ, എനക്ക് ഒരു ധൈര്യം വേണ്ടേ? വിളിക്കണ്ട, ഞാൻ പറഞ്ഞു വിളിച്ചോ. അല്ല മുങ്ങി പോകല്ലോ നീപ്പേ. മുങ്ങൊന്നുമില്ല. അപ്പൊ കുളിച്ച് നല്ല സുന്ദരിയായിട്ട്, സുന്ദരി തന്നെ അല്ല, കുളിച്ച് നല്ല അടിപൊളിയായിട്ട് വരുമ്പോ സ്ഥിരം വരുമ്പോ അടിക്കുന്ന ഒരു സ്പ്രേ അല്ലേ, അത് അടിച്ചോട്ടോ. അപ്പൊ കുളിച്ചാലേ സുന്ദരിയാവും. രാവിലത്തെ മണം വേണ്ടേ? മണത്തിന്റെ മാത്രമല്ല, അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ അടിപൊളിയായി സെറ്റപ്പ് ആയിട്ട് നോക്കി കേട്ടോ. എന്നാ പിന്നെ അധികം കൊഞ്ചാണ്ടാണ് ഫോൺ വിട്ട്. ഞാൻ പെട്ടെന്ന് എല്ലാം ഒതുക്കി വെച്ച് പിന്നെ ഞാൻ വിളിക്കാം.